16ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ കേക്ക് ഏകദേശം ഫിനിഷായി. ഇനി മുകളിലൊരു ചെറിയ ഗ്രീൻ കളർ കൊടുക്കണം. അപ്പം അതുകൂടെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഓർത്തത് ഈ ഒരു കേക്ക് ഹേർട്ട് ഷേപ്പ് ആക്കാനുള്ള കേക്കാണല്ലോ എന്ന്. കണ്ടില്ലേ എന്തൊരു ആത്മാർത്ഥതയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇങ്ങനെയുള്ള പണികളൊക്കെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമായിരുന്നു ഇത് നമ്മൾ ഒരു ഹേർട്ട് ഷേപ്പ് ആക്കേണ്ട കേക്കായിരുന്നു. പക്ഷെ ഞാനിത് റൗണ്ടിലാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേക്ക് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ ഏകദേശം കേക്ക് ഫിനിഷായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്. അയ്യോ, ഇത് ഹേർട്ട് ഷേപ്പ് ആക്കണമല്ലോ, ഞാൻ ആക്കിയില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. പിന്നെ കേക്കെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ബാക്കി ക്രീമെല്ലാം അതേ നിന്ന് വൈപ്പ് ചെയ്തെടുത്ത് ഹെയർ ഷേപ്പ് ആക്കിയതിന് ശേഷമായിട്ട് നമ്മൾ ബാക്കി ഫിനിഷിങ് ചെയ്തത്. ഇവിടെ വരെ ആയപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായത്, ഇത് ഹേർട്ട് ഷേപ്പ് ആക്കേണ്ട കേക്കാണല്ലോ എന്ന്. കാര്യമായി അപ്പോഴെങ്കിലും ഞാൻ ഓർത്തത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിത് കേക്ക് റെഡിയാക്കി എടുക്കാനും കസ്റ്റമറിന് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹേർട്ട് ഷേപ്പ് ആക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ക്രം കോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ചെറിയതായിട്ട് ഒരു ലൈറ്റ് കളർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ടോപ്പിലൂടെ ഒരു ശകലം കൂടി ഡാർക്കാക്കി ശകലം കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാടങ്ങ് ഡാർക്കാക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കയ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. നമ്മൾ കസ്റ്റമറിനോടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലൈറ്റായിട്ടേ ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ആദ്യം ലൈറ്റായിട്ടൊന്ന് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ശകലം ഡാർക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഫിനിഷിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് ഈ ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. എനിക്കറിയാം എന്താ കാര്യമെന്നൊന്നും. എന്തൊക്കെ മറന്നാലും കേക്കിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ മറക്കാത്തതാണ്. പക്ഷേ ഇപ്പം ഇതും ഇങ്ങനെ ആയിപ്പോയപ്പം ഒരു ടെൻഷൻ. ഇനിയിപ്പോൾ എന്താണോ കുഴപ്പമൊന്നും അറിയത്തില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കസ്റ്റമർ അയച്ചു തന്ന പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാമേ. ആ ഒരു ഡിസൈനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പം കസ്റ്റമർ കഴിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ റിലേ എല്ലാം അടിച്ചു പോയത്. എന്തായാലും ഈ കേക്ക് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ആ ഒരു